അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഗൂഗിൾ ആഡ്സിൻ്റെ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള വെബ്സൈറ്റുകളാണ് ഗൂഗിൾ ആഡ്സെൻസ്. ഇത് യൂട്യൂബ് പോലുള്ള യൂട്യൂബിൽ നിന്ന് വരുമാനം നേടുന്നവർക്കായിട്ടുള്ള എല്ലാ വെബ്സൈറ്റ് നിർമ്മിച്ച് അതിൽ നിന്ന് ഒരു വരുമാനം പ്രതീക്ഷിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഗൂഗിൾ ആഡ്സെൻസിൻ്റെ ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള 3 വെബ്സൈറ്റുകളാണ് നമുക്ക് നോക്കുന്നത്. അതിൽ ഫസ്റ്റത്തെ എന്ന് പറയുന്നത് പോപ്പ് ആർട്സ് എന്നൊരു വെബ്സൈറ്റാണ്, പബ്ലിഷർ നെറ്റ്വർക്കാണ്. നമുക്ക് പോപ്പ് ആർട്സിനകത്ത് നമ്മളിപ്പോൾ ലോഗിൻ ചെയ്ത് നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്ത് നമുക്ക് അപ്പം തന്നെ നമ്മുടെ വെബ്സൈറ്റിൽ കണക്ട് ചെയ്യാം. സ്പോട്ടിൽ തന്നെ വിസിറ്റേഴ്സ് വരുന്നതിനനുസരിച്ച് നമുക്കൊരു വരുമാനം കിട്ടി വരും. ആ ഒരു ഫസ്റ്റ് ഇരിക്കുന്ന വെബ്സൈറ്റ് പറയുന്നത് പോപ്പ് ആർട്സ് പറയുന്നത്. രണ്ടാമത് വരുന്നത് മോണോടാഗ് പറയുന്നൊരു വെബ്സൈറ്റാണ്. മോണോടാഗ് എന്നാണ് വെബ്സൈറ്റിൻ്റെ പേര് വരുന്നത്, മോണോടാഗ്. നിങ്ങൾ ഗൂഗിളിൽ മോണോടാഗ് എന്ന് ലോഗിൻ ചെയ്യാം. പ്രൊപ്പല്ലർ ആർട്സിൻ്റെ പബ്ലിഷർ നെറ്റ്വർക്കാണ് മോണോടാഗ് പറയുന്നത്. മോണോടാഗ് പറയുന്ന വെബ്സൈറ്റാണ് ഞാൻ പറയുന്നത്. പിന്നെ മൂന്നാമത് വരുന്നത് ഏറ്റവും കൂടുതൽ ആഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന വെബ്സൈറ്റുകളിൽ ഒന്നാണ് ഇത്. ഇതിൻ്റെ പേര് വരുന്നത് ആഡ്സ്ട്രാ എന്നാണ്. ആഡ്സ്ട്രാ എന്നാണ്. ഇതിൽ മെയിൻലി നമ്മൾ ഇമേജസ് രൂപത്തിലുള്ള പരസ്യങ്ങളാണ് കാണിക്കുന്നത്. നമ്മുടെ ഈ അഡൽട്ട് കണ്ടന്റ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതിൽ വരില്ല. നമുക്ക് സെപ്പറേഷൻ വരരുത് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്. അപ്പോൾ ഇതിൽ പറഞ്ഞാൽ ഏകദേശം നമുക്ക് 12ഓളം പിക്ചേഴ്സ്, അതായത് പിക്ചർ കാറ്റഗറിയിൽ വരുന്ന രീതിയിലുള്ള പരസ്യങ്ങൾ നമ്മുടെ വെബ്സൈറ്റിൽ നമുക്ക് പ്രദർശിപ്പിച്ച് നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റും. ഇനി ഇതിന് പറഞ്ഞാൽ സ്പോട്ട് ഇൻസ്റ്റന്റ് അപ്രൂവലാണ്. നമ്മൾ ആഡ്സ്ട്രയിൽ അക്കൗണ്ട് ഓപ്പൺ ആക്കുന്ന നമ്മുടെ വെബ്സൈറ്റിൻ്റെ പേരാക്കുന്ന അതിൽ നിന്നൊരു JSS കോഡ് ഇടുന്ന ആ കോഡ് നമ്മൾ സ്ക്രിപ്റ്റ് നമ്മുടെ വെബ്സൈറ്റിലേക്ക് പേസ്റ്റ് ചെയ്യുന്ന പരസ്യം തുടങ്ങുന്ന ആൾക്കാർ വരുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് എന്തായാലും ആ സ്പോട്ടിൽ തന്നെ വരുമാനം കിട്ടി തുടങ്ങാം. ആ രീതിയിലൊരു വെബ്സൈറ്റാണ് ആഡ്സ്ട്രാ വരുന്നത്. 3 വെബ്സൈറ്റാണ് ഞാനിന്ന് പരിചയപ്പെടുന്നത്. പോപ്പ് ആർട്സ്, മോണോടാഗ് ആൻഡ് ആഡ്സ്ട്രാ. 3 വെബ്സൈറ്റിനെ കുറിച്ചൊരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ എന്തായാലും ചെയ്യുന്നതാണ്. അപ്പോൾ വീണ്ടും പുതിയൊരു മോണിറ്റൈസേഷൻ വീഡിയോ ആയിട്ട് വീണ്ടും വരാം.